ഗസ യുദ്ധത്തിന്റെ വ്യാപ്തി കൂട്ടുന്നതാകും ബൈറൂട്ടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം. സാലിഹ് അൽ അറൂരിയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന് ഫലസ്തീൻ സംഘടനകൾക്ക് പുറമെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും വ്യക്തമാക്കി. വെള്ളിയാഴ്ച നടത്തേണ്ട ഇസ്രായേൽ സന്ദർശനം യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മാറ്റി. ഇസ്രായേലിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് സെൻട്രൽ ബാങ്ക് ഗവർണർ അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി.കെ. സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ ഒക്ടോബർ 7 ശേഷം ഹമാസ് വക്താവായി വിഷയങ്ങൾ ലോകത്തോട് പറഞ്ഞത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ യുദ്ധമുഖത്ത് കാര്യങ്ങൾ മാറിമറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? എന്തെല്ലാം പ്രതീക്ഷിക്കണം സുഹൈൽ? രശ്മ, ഗുഡ് മോർണിംഗ്. ഈ സാലിഹ് അറൂരിയുടെ ഈ കൊലപാതകം തീർച്ചയായും ഈ മേഖലയിൽ വലിയ ഒരു മാറ്റത്തിന് കാരണമാകും, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു ഗതിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകും എന്ന് നിരീക്ഷിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഹമാസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ കൃത്യമായി തങ്ങൾ ഈ കൊലപാതകത്തിന് തിരിച്ചടി നൽകും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും അതിശക്തമായ ഭാഷയിൽ തന്നെ ഇതിനോട് പ്രതികരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണം ഇനി കൂടുതൽ കടുപ്പിക്കാനുള്ളൊരു സാധ്യത നമ്മളിപ്പോൾ കാണുന്നു. ലബനാൻ്റെ മണ്ണിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ അധിനിവേശം അതിന് അതിശക്തമായ തിരിച്ചടി നൽകും എന്ന് പറയുക മാത്രമല്ല, ഇപ്പോൾ ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾ കനക്കുന്നതിൻ്റെ റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ എന്തിനാണ് വടക്കൻ ഗസയിൽ നിന്ന് ഈ സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചത് എന്നതിൽ പല കാര്യങ്ങൾ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഈ ഒരു സംഘർഷത്തെ, ലബനാനിൽ നിന്ന് വരാനുള്ള സംഘർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറേയേറെ ആളുകളെ ലബനാൻ അതിർത്തിയിൽ വിന്യസിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേലി റിസർവ് സൈനികരെ പിൻവലിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരികയാണ്. അതോടൊപ്പം ഹൂത്തികൾ അവരുടെ ആക്രമണം ചെങ്കടലിൽ ശക്തമാക്കിയതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ രാത്രി മുതൽ തന്നെ വരുന്നു. ഇറാനും എന്തൊക്കെയോ കരുതി വച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. സാലിഹ് അറൂരി ഇറാനെയും അതേപോലെ തന്നെ ഹമാസയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു കണ്ണി കൂടിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ലബനാനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ബൈറൂത്തിൽ ഇന്നലെ നടന്ന സ്ഫോടനത്തിൽ അദ്ദേഹത്തോടു കൂടെ 2 ഹമാസിൻ്റെ കമാൻഡർമാർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആകെ 3 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു സംഘർഷം ഇങ്ങനെ വ്യാപിക്കുന്നതിനോട് അമേരിക്കക്ക് ചില എതിർപ്പുകളുണ്ട് എന്ന കാര്യം കൂടി വരുന്നു. യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് നടത്താനിരുന്ന സന്ദർശനം പെട്ടെന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. 2-3 കാര്യങ്ങൾ അക്കാര്യത്തിലുണ്ട്. ഒന്ന്, ഇസ്രായേലിനുള്ളിലെ ഫാർ റൈറ്റ് മിനിസ്റ്റേഴ്സ്, തീവ്ര വലതുപക്ഷ മന്ത്രിമാർ അമേരിക്കക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകൾ, അക്കാര്യത്തിലും ചില എതിർപ്പുകളുണ്ട്. ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുള്ളത്. പ്രത്യേകിച്ചും ഇറ്റാമിർ ബെൻഗിറിനെ പോലെയുള്ള തീവ്ര നിലപാടുള്ള വ്യക്തികൾ. അദ്ദേഹം ഇന്നലെ അമേരിക്കക്കെതിരെ കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത്. അമേരിക്കയിലെ മറ്റൊരു സ്റ്റേറ്റ് അല്ല ഇസ്രായേൽ എന്ന് അമേരിക്ക മനസ്സിലാക്കണം. അമേരിക്കൻ ഫ്ലാഗിലെ മറ്റൊരു സ്റ്റാർ അല്ല ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണം എന്നവർ പറയുന്നു. പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിലടക്കമുള്ള തീവ്ര ജൂത കയ്യേറ്റക്കാരുടെ നിലപാടുകൾക്കെതിരെ അമേരിക്ക സ്വീകരിച്ച നിലപാടുകൾ, അതേപോലെ തന്നെ ഈ ഗസയിലെ അധിനിവേശാനന്തരം എന്താകണം ഗസ, അത് ഒരിക്കലും ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശ പ്രദേശമാകരുത് എന്നതടക്കമുള്ള അമേരിക്കയുടെ നിലപാടുകൾ, അത് മാറ്റണം എന്നാണ് ഈ തീവ്ര വലതുപക്ഷ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനോടും ഇസ്രായേലിന് താല്പര്യമില്ല. പ്രത്യേകിച്ചും നെതന്യാഹുവിനും തീവ്ര വലതുപക്ഷത്തിനും താല്പര്യമില്ല. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഈ സന്ദർശനം പെട്ടെന്ന് റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇസ്രായേലിനുള്ളിൽ അതിശക്തമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇസ്രായേലിൻ്റെ സെൻട്രൽ ബാങ്ക് തന്നെ മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഇതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാർ സ്വീകരിക്കണം എന്ന് കൂടി ഇവർ പറയുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അധിനിവേശമെല്ലാം തുടരുന്നുണ്ടെങ്കിലും ആഭ്യന്തരമായി ഇസ്രായേൽ ദുർബലപ്പെടുന്നതിൻ്റെ സൂചനകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബി.കെ. സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധമുഖം മാറുമെന്ന ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വലിയ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.